നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാന്നോ? നടക്കില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കില്ല. നെല്ലിശ്ശേരിയിൽ ഈ കുഞ്ഞ് അത് വളരാനും ഞാൻ സമ്മതിക്കില്ല. വെള്ളത്തിൽ തന്നെ വീഴണേ. കുഞ്ഞുമല്ലാതെ പേടിച്ചോ അല്ലേ ഏട്ടത്തി? അല്പം കൂടി താമസിച്ചിരുന്നെങ്കിൽ കുഞ്ഞ് ആ ബക്കറ്റ് വീഴുമായിരുന്നു. കുഞ്ഞിനെ ഏട്ടത്തി ദൂരെ മാറ്റിയല്ലേ കിടത്തിയത്? പിന്നെ എങ്ങനെ കുഞ്ഞ്? അതാ എനിക്ക് മനസ്സിലാവാത്ത. അർച്ചന ഏട്ടത്തി, ഇത് മനഃപൂർവ്വം കുഞ്ഞിനെ അങ്ങോട്ടെടുത്ത് മാറ്റി കിടത്തിയത് തന്നെയാ. ആര്? കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്ത ആളുകളും ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ അങ്ങനെ എന്തെങ്കിലും കണ്ടോ? ഞാൻ റൂമിലേക്ക് പോകുന്ന സമയത്ത് ചേച്ചി കുഞ്ഞ് കിടക്കുന്നിടത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. വെള്ളത്തിൽ വീഴാൻ തക്കവണ്ണം കുഞ്ഞിനെ മാറ്റി കിടത്തിയത് ഇനി ചേച്ചിയാണെങ്കിലോ? എനിക്ക് ആ കാര്യത്തിൽ നല്ല സംശയമുണ്ട് ഏട്ടത്തി. നീ മോളെ ഒന്ന് പിടിച്ചേ. എന്നോട് അവരെന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. പക്ഷെ എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചാ അത് ഞാൻ പൊറുക്കില്ല. സത്യം എന്താന്ന് എനിക്കറിയണം.
നീ എന്തിനാ വാതിലടച്ച്? ഞാൻ ഈ വീട്ടിൽ വന്ന നാള് മുതൽ നിങ്ങൾ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയതാ. ഇതുവരെ ഞാനത് കണ്ടില്ല എന്നടിച്ചു. പലതും ഞാൻ അവഗണിച്ചു. നന്ദേന്റെ ഭാര്യ എന്ന പരിഗണനയിൽ പലതും ഞാൻ വിട്ടുകളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാ നിങ്ങളെ ഞാൻ ജീവനോടെ വച്ചേക്കില്ല. നിന്റെ കുഞ്ഞോ? അതിന് നീ എപ്പോഴാ പ്രസവിച്ചത്? പ്രസവിച്ച മാത്രമേ അമ്മയാവൂന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? സാധാരണ നാട്ടിലൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെയാ. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായി പ്രസവിക്കുമ്പോ അമ്മയാവും. എന്റെ അറിവിൽ നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ല. നിനക്ക് ഈ ജന്മം കുട്ടികൾ ഉണ്ടാവില്ലാന്ന് ഇവിടെ ഇപ്പൊ ആർക്കാ അറിയാത്തത്? നിന്നെ പരിശോധിച്ച ഡോക്ടർമാര് തന്നെ അതിനുള്ള സർട്ടിഫിക്കറ്റും തന്നിട്ടുണ്ട്. അത് ഈ വീട്ടിലെല്ലാരും കണ്ടിട്ടുള്ളതാണല്ലോ. പിന്നെങ്ങനെയാ നീ അമ്മയായത്? നിർത്ത. 10 മാസം വയറ്റിൽ ചുമന്നതുകൊണ്ട് ഒരു സ്ത്രീയും ഇതുവരെ അമ്മയായിട്ടില്ല. അതിന് കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം, അതിന് താരാട്ട് പാടി ഉറക്കണം. സ്വന്തം കുഞ്ഞിന്റെ കയ്യോ കാലോ വളരുന്നത് നോക്കി ഓരോ നിമിഷം ജീവിക്കുന്നവരാ അമ്മമാര്. അല്ലാതെ ജന്മം കൊടുത്തതുകൊണ്ട് മാത്രമേ അമ്മയാകൂ എന്നൊന്നുമില്ല. കർമ്മം കൊണ്ടും അമ്മയാവാൻ പറ്റും. എന്നെ ഇത്രയും കുറ്റം പറയുന്ന നിങ്ങൾക്ക് ഇതുവരെ അമ്മയാവാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്താ ഇതുവരെ ഒരു കുഞ്ഞിനെ പ്രസവിക്കാതിരുന്നേ? അതിന്റെ പേരില് ഇന്ന് വരെ ഈ വീട്ടിൽ ആരെങ്കിലും ഒരു വാക്കുണ്ടെങ്കിലും നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാ നിങ്ങൾ ഇങ്ങനെ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നേ? ഇത് നല്ല കഥയായി. നിന്റെ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നോ? ആരായി കള്ളൊക്കെ പറഞ്ഞു തന്നത്? ഒരു പൊടിക്കുഞ്ഞിനെ ദ്രോഹിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. എന്റെ കുഞ്ഞിനെ വെള്ളത്തിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? കുഞ്ഞിന്റെ അരികിൽ നിങ്ങൾ നിൽക്കുന്നത് കണ്ടവരുണ്ട്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ കുഞ്ഞിനെ വെള്ളത്തിലെടുത്തിട്ട് കൊല്ലാൻ നോക്കിന്നോ? പിന്നെ നീ വളർത്തുന്ന കുഞ്ഞല്ലേ, ഏത് വെള്ളത്തിലിട്ടാൽ അത് നീന്തി കരയെ കയറിക്കോളൂ. അല്ലാതെ അത്ര പെട്ടെന്നൊന്നും ചാവാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി നീ ഓർത്തോ, ആ കുഞ്ഞ് ഒരുപാട് കാലം ദീർഘായുസോടെ ഈ വീട്ടിൽ ജീവിക്കുന്ന നീ കരുതണ്ട. അധിക നാള് അത് നിന്റെ കയ്യിലും ഉണ്ടാവില്ല. നീ എന്ത് കരുതി? എവിടെ നിന്ന് ഒരു ദരിദ്രവാസിയുടെ കുഞ്ഞിനെ കൊണ്ട് വളർത്തിയിട്ട് അമ്മ വേഷം കെട്ടാന്നോ? എന്നിട്ട് ഈ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട സ്വത്തുക്കൾ ആ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെക്കാന്നോ? നടക്കില്ല. ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് ഞാൻ സമ്മതിക്കില്ല. നെല്ലിശ്ശേരിയിൽ ഈ കുഞ്ഞ് അത് വളരാനും ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.